ലോകം മുഴുവനുമുള്ള എല്ലാ മനുഷ്യർക്കും ഹാപ്പി ക്രിസ്മസ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ലോകം മുഴുവനുമുള്ള എല്ലാ മനുഷ്യർക്കും എന്ന് പറയാൻ കാരണം ലൂക്കോസ് 2:14 എഴുതിയിരിക്കുകയാണ്, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ഇന്ന് എല്ലാ മനുഷ്യർക്കും സമാധാനം ഉണ്ടാകട്ടെ. ഇന്ന് എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും സമാധാനമില്ലെങ്കിൽ ഞാനൊരു കാര്യം ഉറപ്പോടെ പറയാം, ഈ സമാധാനം, ഈ എഴുതി വെച്ച വാക്ക് എല്ലാവരിലും ക്രിയ ചെയ്യും. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനമുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാം, ഞാൻ ഈ സമാധാനം എന്ന് പറയാൻ എനിക്ക് നല്ല ധൈര്യമാണ്. ഞാൻ സമാധാനമില്ലാതെ ജീവിച്ചിരുന്ന ഒരാളാണ്. കാരണം എൻ്റെ ജീവിതം ആകെ തകർന്ന്, മദ്യപാനത്തിലും മയക്കുമരുന്നിലും ഒക്കെ തകർന്ന് ലോകമോഹങ്ങളിൽ അടിമപ്പെട്ട് ഞാൻ ജീവിച്ചൊരു മനുഷ്യനാണ്. എൻ്റെ ജീവിതം ആകെ പരാജയമായിരുന്നു. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, 84 മദ്യപാനം തുടങ്ങിയതാണ്. 1984, 71 എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്. 84, ഞാൻ 13-ാമത്തെ വയസ്സിൽ മദ്യപാനം തുടങ്ങിയതാണ്. തുടങ്ങാനൊരു കാരണം, ഞാനൊരു വാഹനം ഓടിച്ചപ്പോൾ ഒരു ഗ്ലാസ് ബിയർ തന്ന് സന്തോഷിപ്പിച്ചതാണ്. അങ്ങനെ മദ്യപാനം തുടങ്ങി. അതിനുശേഷം എൻ്റെ ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ നടന്നു. എൻ്റെ ഭവനത്തിനകത്ത് മരണങ്ങൾ സംഭവിച്ചു. എൻ്റെ വല്യപ്പച്ചൻ ഒരു പട്ടാളക്കാരനാണ്, കുടിച്ചു ചോര ഛർദ്ദിച്ചു മരിക്കുന്നത് ഞാൻ കണ്ടതാണ്. എൻ്റെ അപ്പച്ചൻ ഒരു ബിസിനസ്സുകാരനാണ്, അപ്പച്ചനും കുടിച്ചു ചോര ഛർദ്ദിച്ചു മരിച്ചത് ഞാൻ കണ്ടതാണ്. പ്രിയപ്പെട്ടവരെ, എനിക്ക് ഭയം വരാൻ തുടങ്ങി. ഞാൻ പലരോടും അന്വേഷിച്ച് എന്തായി സംഭവിക്കുന്നത്. അപ്പോൾ അവരെല്ലാം പറഞ്ഞത് ഒറ്റ കാര്യമാണ്, ഇത് ശാപമാണ്, നീയും ഇങ്ങനെ തന്നെ മരിക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, ലോകത്തിന്റെ വാക്ക് ഇങ്ങനെയാണ്, മരിക്കുമെന്നാണ്. പക്ഷെ ദൈവത്തിന്റെ വാക്ക് പറയാണ്, നീ മരിക്കയില്ല, ജീവനോടിരുന്ന് ദൈവത്തിന്റെ പ്രവൃത്തികളെ വർണ്ണിക്കുമെന്ന്. എനിക്കത് അറിയത്തില്ലായിരുന്നു. ഞാൻ തുടർന്ന് എൻ്റെ മൂത്ത ചേട്ടനും ഇങ്ങനെ കുടിച്ചു ചോര ഛർദ്ദിച്ച് മരിക്കുന്നത് ഞാൻ കണ്ടതാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ സമാധാനത്തിന് വേണ്ടി പോകാവുന്ന ഇടങ്ങളിലെല്ലാം ഞാൻ പോയി, പലയിടങ്ങളിലും പോയി, പലരോടും ചോദിച്ചു എന്നാ സംഭവിക്കുന്നത്. അവരൊക്കെ പറഞ്ഞത് ശാപമാണ്, ഇത് ശാപമാണെന്ന് തന്നെയാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ പലരോടും ചോദിച്ചു, ശാപത്തിനും പാപത്തിനും ഒക്കെ പരിഹാരമില്ലേ? പലരും പറഞ്ഞു, പല പരിഹാരങ്ങളും പറഞ്ഞു വന്നു. പക്ഷെ എനിക്ക് എൻ്റെ അസമാധാനം മാറുന്നുണ്ടായിരുന്നില്ല, എൻ്റെ ജീവിതത്തിൽ നിന്ന് ഭയം മാറുന്നുണ്ടായിരുന്നില്ല. ഞാൻ അങ്ങനെ ഭയം മാറാൻ മദ്യത്തിൽ തന്നെയാണ് ഞാൻ ആശ്രയിച്ചത്. ഏകദേശം 21 വർഷത്തോളം, 2005 വരെ, 84 തുടങ്ങി 2005 വരെ ഞാൻ നല്ലതുപോലെ മദ്യപിച്ചു. അതിനിടയ്ക്ക് എൻ്റെ ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ നടന്നു. എന്നോട് പലരും ഉപദേശിച്ചു തന്നു, വിവാഹം കഴിച്ചാൽ ശാപം മാറും, അല്ലെ പകുതി ശാപം അങ്ങോട്ട് പോകും, മദ്യപാനം കുറയുമെന്നൊക്കെ പലരും ഉപദേശിച്ചു, കൂട്ടുകാരൊക്കെ. ആ ഉപദേശം കേട്ടു, വിവാഹം കഴിച്ചു. അതിനുശേഷം പലരും ഉപദേശിച്ചു, വീടിന്റെ ശാപമാണ്, വീട് വിറ്റിട്ട് പോയാൽ ശരിയാവും. അങ്ങനെ പ്രിയപ്പെട്ടവരെ, വീട് വിറ്റ് പെങ്ങളെ കെട്ടിച്ചിരിക്കുന്ന പാലക്കാട് പോയി. അവിടെ ചെന്നും ഒരു സമാധാനമില്ല, ഭയം. അങ്ങനെ മദ്യം കൂടുതൽ ആശ്രയിച്ചു. മദ്യപിക്കാൻ കാശില്ലാതെ ഇരുന്ന സമയത്ത് അവിടെ ഒരു കൊട്ടേഷൻ എടുത്ത് ജീവിതത്തിൽ അവിടെ ഒരു കമ്പനി, 2 കമ്പനി ഉണ്ടായിരുന്നു, അവിടെ കയറി തല്ലി. പ്രിയപ്പെട്ടവരെ, ആകെ വീണ്ടും പ്രശ്നങ്ങളായി. അവര് പോലീസ് സ്റ്റേഷനിൽ, പ്രിയപ്പെട്ടവരെ, എല്ലാവരും പെറ്റീഷനാണ് കൊടുക്കുന്നത്. ഞങ്ങൾക്ക് കൊട്ടേഷൻ കൊടുത്തു, എൻ്റെ കൈ കിട്ടിയാൽ ഇടിച്ചു കൊന്നേക്കാനാവും. അല്ലെങ്കിൽ കമ്പനിക്കാർ പറഞ്ഞു, അവർക്ക് പിടിച്ചു കൊടുത്തു, അവരുടെ ചട്ടിയിൽ, ഇരുമ്പൊരുക്കുന്ന ചട്ടിയിലിട്ട് ചുട്ടുകൊന്നോളാം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ജീവിതം പരാജയമായി, സമാധാനമില്ലാതെ മലമ്പുഴ ഡാമിനകത്ത് ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോയി ചാടി. അതിനിടയ്ക്ക് ഒത്തിരി കാര്യങ്ങൾ നടന്നു കേട്ടോ. ഈ 21 വർഷത്തിനിടയ്ക്ക് ഒത്തിരി കാര്യങ്ങൾ സംഭവിച്ചു. പ്രിയപ്പെട്ടവരെ, ഞാൻ ചുരുക്കി പറയാം, അങ്ങനെ സമാധാനമില്ലാതെ ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവരോട് പറയാം, മരണം ഒന്നിനും ഒരു പരിഹാരമല്ല കേട്ടോ. നിങ്ങൾ ആത്മഹത്യയല്ലേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ഈ ദൈവപ്രസാദം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വന്നാൽ അവർക്ക് സമാധാനം ഉണ്ടാവും, അവർക്ക് സന്തോഷം ഉണ്ടാവും. പ്രിയപ്പെട്ടവരെ, ലോകത്തിന്റെ ഉപദേശത്തിന്റെ പുറകെ പോയാൽ നിങ്ങൾക്ക് പരാജയമേ സംഭവിക്കത്തുള്ളൂ. പക്ഷെ ദൈവത്തിന്റെ ഉപദേശത്തിന്റെ പുറകെ പോയാൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടും. ഞാനതിനൊരു സാക്ഷിയാണ്. പ്രിയപ്പെട്ടവരെ, 2005 ഞാൻ ഒരു പ്രാർത്ഥനയ്ക്ക് പോയി. അവിടെ വെച്ച് ഞാൻ കേട്ട ഒരു ഉപദേശമാണ്, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുക. അതൊരു ഉപദേശം കേട്ടു. ഞാൻ വിചാരിച്ചു ഇത് ബെന്തിക്കോസ് സഭയായിരിക്കും, അല്ലെങ്കിൽ വേറൊരു പ്രാർത്ഥനാലയമായിരിക്കും. ഞാൻ ഒരു ഓർത്തഡോക്സുകാരനായിരുന്നു. ഞാൻ തിരുമേനിമാരും അച്ഛന്മാരൊക്കെ ഉള്ള ഒരു നല്ല ഒരു പാരമ്പര്യത്തിൽപ്പെട്ടതായിരുന്നു. പക്ഷേ പ്രിയപ്പെട്ടവർ, ഞാൻ ആരുടെയും ഉപദേശം കൈക്കൊള്ളാൻ നിന്നില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ നടന്നു. പ്രിയപ്പെട്ടവർ, പറയട്ടെ, അന്ന് ഞാൻ കേട്ടത്, കർത്താവായ യേശുവിൽ വിശ്വസിച്ചാൽ നീ നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും. എല്ലാ മനുഷ്യർക്കും ഒരു എൻകൗണ്ടർ ഉണ്ട് കേട്ടോ. എൻ്റെ എൻകൗണ്ടറിന്റെ സമയമായിരുന്നു അവിടെ.
ദൈവത്തെ അറിയാനുള്ള, അല്ലെങ്കിൽ ആ ദൈവപ്രസാദം എൻ്റെ ജീവിതത്തിൽ വരാനുള്ള ഒരു എൻകൗണ്ടർ ആയിരുന്നു. ആ സമയത്ത് ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. ഇന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഏൽപ്പിച്ചു കൊടുത്താൽ എൻ്റെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവും. ഭവനത്തിനകത്ത് സമാധാനമില്ലേ? കലഹമാണോ? ദുഃഖമാണോ? എന്നും വഴക്കാണോ? ഈ 2025 ദൈവപ്രസാദം ലഭിച്ചുകൊണ്ട് സമാധാനത്തോടെ ജീവിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കും. അങ്ങനെ 2005 ഞാൻ ആ സ്വർഗീയ വിരുന്നിന്റെ ഒരു കൂട്ടായ്മയ്ക്ക് പോയി. അവിടെ ദൈവത്തിന്റെ ദാസൻ തങ്ങുപോർ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, കർത്താവായ യേശുവിൽ വിശ്വസിച്ചാൽ നീ നിന്റെ കുടുംബം രക്ഷപ്പെടാം. പ്രിയപ്പെട്ടവരെ, ഞാൻ അവിടെ പ്രാർത്ഥനയ്ക്ക് ഇരുന്നു. ഒരു ദിവസം ഇരുന്നു, 2 ദിവസം ഇരുന്നു. 3-ാമത്തെ ദിവസം എന്റെ മേലൊരു വെളിച്ചം വന്നു. എന്റെ അത്രയുള്ളൊരു ഇരുട്ട് എന്നെ വിട്ട് മാറിപ്പോകുന്ന എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടു. അന്ന് എന്റെ ജീവിതത്തിൽ ഭയം മാറി. വേറൊന്നും മാറിയതായിട്ട് ഞാൻ കണ്ടില്ല. കടഭാരം ഉണ്ടായിരുന്നു, മദ്യപാനം ഉണ്ടായിരുന്നു, അതൊന്നും മാറിയായിട്ട് ഞാൻ കണ്ടില്ല. 21 വർഷത്തെ മദ്യപാനമായിരുന്നു. പക്ഷേ എന്റെ മേലൊരു വെളിച്ചം വന്നപ്പോൾ എനിക്കൊരു വലിയ ആശ്വാസം ലഭിക്കുന്നതായി എനിക്ക് തോന്നി. അന്ന് തുടങ്ങി ദൈവത്തിന്റെ ദാസന്മാരുടെ ഉപദേശം കേൾക്കാൻ തുടങ്ങി. ഉപദേശം കേൾക്കണം പ്രിയപ്പെട്ടവരെ. നിങ്ങളായിരിക്കുന്ന ഡിനോമിനേഷൻ എവിടെയായിരുന്നാലും, പള്ളിയിലാണെങ്കിലും, പ്രിയപ്പെട്ടവരെ എവിടെയാണെങ്കിലും നിങ്ങളെ നടത്തുന്നവരുടെ ഉപദേശം കേൾക്കണം. ബൈബിളിലെ റോമർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യത്തിൽ പറയാണ്, മുൻ എഴുതിയിരിക്കുന്നതൊക്കെ, ഈ ബൈബിളില് ഉടനീളം എഴുതിയിരിക്കുന്നത് ഇതൊരു മതത്തിൽ ചേരുന്ന കാര്യമോ, അല്ലെങ്കിൽ ഒരു മതത്തെ ഉയർത്തുന്ന കാര്യമോ, ഒരു മതത്തെ താത്തുന്ന കാര്യമോ ഒന്നുമല്ല. യേശു ഒരു മതത്തിനും എതിരല്ല. യേശു വന്നത് മനുഷ്യന്റെ, മാനവരാശിയുടെ രക്ഷയ്ക്കാണ്. മുൻ എഴുതിയിരിക്കുന്നതൊക്കെ നിങ്ങളുടെ ഉപദേശത്തിനായിട്ട്. അപ്പോസ്തല പ്രവൃത്തി 2:42 എഴുതിയിരിക്കുകയാണ്, അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു. പ്രിയപ്പെട്ടവരെ, ഈ ഉപദേശം ദൈവത്തിന്റെ ദാസൻ തങ്കുപോർ ഞങ്ങളെ ഉപദേശിക്കാൻ തുടങ്ങി. ഈ യേശുവിൽ വിശ്വസിക്കുന്നവൻ രാജ്യത്തെ സ്നേഹിക്കണം. യേശുവിൽ വിശ്വസിക്കുന്നവൻ, അല്ലെങ്കിൽ ദൈവപ്രസാദം ലഭിച്ച മനുഷ്യൻ കുടുംബത്തെ എങ്ങനെ സ്നേഹിക്കണം, ഭാര്യയെ എങ്ങനെ സ്നേഹിക്കണം, മക്കളെ എങ്ങനെ സ്നേഹിക്കണം എന്നൊക്കെ ഞങ്ങളുടെ ഇടയന്മാർ ഞങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കാൻ തുടങ്ങി. തങ്കുപോറും തോമസ് കുട്ടിയോറൊക്കെ ഞങ്ങളെ ക്ലാസ്സുകൾ എടുക്കാൻ തുടങ്ങി, ഞങ്ങളെ പഠിപ്പിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഇന്ന് പല ഉപദേശവും കേട്ട് നീ തെറ്റി നിന്റെ ജീവിതം തീർക്കാൻ ആഗ്രഹിച്ച് നിൽക്കുകയാണോ? ദൈവത്തിന്റെ ഉപദേശം കേൾക്കും. വചനം പറയാണ്, നിങ്ങളോ പരിശുദ്ധനാൽ അഭിഷേകം പ്രാപിച്ച് സകലതും അറിയും. പരിശുദ്ധാത്മാവ്, ദൈവത്തിന്റെ ആത്മാവ് ഉപദേശിക്കട്ടെ. ഈ ഉപദേശം കേൾക്കണമെങ്കിൽ ഈ ഉപദേശത്തിൽ അനുസരിച്ചാൽ പ്രിയപ്പെട്ടവരെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. 1-ാമത്തെ കാര്യം റോമർ 15:4 എഴുതിയിരിക്കുകയാണ്, മുൻ എഴുതിയിരിക്കുന്നു. ഈ ബൈബിളില് ഉൽപ്പത്തി തുടങ്ങി പ്രിയപ്പെട്ടവരെ മലാഖി വരെ മുൻ എഴുതിയിട്ടുണ്ട്. മത്തായി തുടങ്ങി വെളിപാട് വരെ നമുക്ക് വേണ്ടി അനുഗ്രഹം എഴുതിയിട്ടുണ്ട്. ഈ ഉപദേശങ്ങൾ നമ്മൾ കൈക്കൊണ്ടാൽ മുൻ എഴുതിയിരിക്കുന്നതൊക്കെ നമ്മുടെ ഉപദേശത്തിനായിട്ട്. 1-ാമത് ഉപദേശം. ഈ ഉപദേശം കേട്ടാൽ നമ്മൾ നമ്മുടെ കുടുംബത്തെ സ്നേഹിക്കും, നമ്മൾ നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കും. ഈ ഉപദേശം കേട്ടാൽ നമ്മൾ അനുഗ്രഹമായി മാറും. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാനൊരു കാര്യം ഉറപ്പോടെ പറയാം, ആ ഉപദേശം കേൾക്കണം. മുൻ എഴുതിയിരിക്കുന്നതൊക്കെ ഉപദേശത്തിനായിട്ട്. 2-ാമത്തെ കാര്യം എഴുതിയിരിക്കുക, സ്ഥിരത. ഉപദേശം കേട്ടാൽ ഒരു സ്ഥിരത ഉണ്ടാവും. എൻ്റെ ജീവിതം പരാജയമായിരുന്നു. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് 2 പ്രാവശ്യം ഞാൻ മലമ്പുഴ ഡാമിനകത്ത് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ചാടി. പലയിടങ്ങളിൽ നാട് വിട്ടു പോകാൻ നോക്കി. പലയിടങ്ങളിൽ സ്ഥിരതയില്ലാത്ത ജീവിതമായിരുന്നു. അങ്ങനെ ദൈവത്തിന്റെ ദാസന്മാർ ഉപദേശിച്ചപ്പോൾ ഒരു സ്ഥിരതയുണ്ടായി. ആമേൻ. അവിടെ പറയാൻ സ്ഥിരതയുണ്ടാകും. അടുത്ത വാക്യം പറയാം, സ്ഥിരതയാൽ ഉളവാകുന്ന പ്രിയപ്പെട്ടവരെ ഒരു വലിയ ആശ്വാസം. സ്ഥിരതയാൽ ഒരു സ്ഥിരത ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വന്നാൽ ആശ്വാസം ഉണ്ടാകും. ആ ആശ്വാസം മനുഷ്യന്റെ ജീവിതത്തിൽ വലിയ പ്രത്യാശ കൊണ്ടുവരും. 4-ാമത്തെ കാര്യം എഴുതി വെച്ചിരിക്കുക, പ്രത്യാശ. അതുകൊണ്ട് ഞാൻ ഉറപ്പോടെ പറയാം, ഈ 4 കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും. 1-ാമത് ഉപദേശം കേൾക്കണം പ്രിയപ്പെട്ടത്, അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കണം. 2-ാമത്തെ കാര്യം സ്ഥിരത ഉണ്ടാകണം. ഞാൻ പല പ്രാവശ്യം മദ്യപാനം നിർത്തിയ ആളാണ്, കർത്താവിനെ അറിയുന്നതിന് മുമ്പ്. പല പ്രാവശ്യം തീരുമാനമെടുത്ത, പക്ഷെ അപ്പോഴൊന്നും പറ്റിയിട്ടില്ല. പക്ഷെ ദൈവത്തിന്റെ ഉപദേശം കേൾക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരു സ്ഥിരതയുണ്ടായി. ആ സ്ഥിരത എനിക്ക് വലിയ ആശ്വാസം കൊണ്ടുവരാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഞാനൊരു പാസ്റ്ററാകാനൊന്നും വന്നതല്ല. ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് മദ്യപാനം നിർത്തണമെന്ന് വിചാരിച്ച്, എങ്ങനെയെങ്കിലും ജീവിതത്തിൽ സമാധാനം കിട്ടണം, ഭയം മാറണമെന്നൊക്കെ വിചാരിച്ചു വന്ന ആളാണ്. പക്ഷെ പ്രിയപ്പെട്ടവരെ പറയട്ടെ, ഇന്ന് ഞാനൊരു സഭയുടെ പാസ്റ്ററാണ്. ഞാൻ പാസ്റ്ററാകാൻ കാരണം പ്രിയപ്പെട്ടവരെ, ഞാൻ മലമ്പുഴ ഡാമിനകത്ത് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ചാടിയെന്ന് ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ ഒരു ദിവസം ഞാൻ ഈ കർത്താവിനെയൊക്കെ അറിഞ്ഞിരിക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ എൻ്റെ വർക്ക്ഷോപ്പിൽ വണ്ടി പണിയാൻ വന്നു. ആ സമയത്ത് ഞാൻ ആ മനുഷ്യനോട് ഒന്നും പറഞ്ഞില്ല, ആ മനുഷ്യനോടൊന്നും സംസാരിച്ചില്ല. പിന്നെ ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം വീണ്ടും ആ മനുഷ്യൻ എൻ്റെ വർക്ക്ഷോപ്പിൽ വന്നു. അന്ന് ഞാൻ വെളുപ്പിനെ പോയി, വർക്ക്ഷോപ്പ് തുറന്നിരിക്കുന്ന സമയമായിരുന്നു. വെളുപ്പിനെ ആ മനുഷ്യൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, വണ്ടി മടുത്തു തന്നെ പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഈ വെളുപ്പിനെ നിങ്ങൾ എവിടെ പോവാ? ആ പുള്ളിക്കാരൻ പറഞ്ഞു, ഞാൻ മദ്യപിക്കാൻ പോവാ. പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിൽ ഒരു പ്രയാസം വന്നു. അപ്പൊ ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ കള്ളു കുടിച്ചിട്ട് വരാം, എന്നിട്ട് എൻ്റെ വണ്ടി പണിതാൽ മതി. ഞാൻ ആ മനുഷ്യനോട് പറഞ്ഞു, പോവല്ലേ, നീ മരിക്കാൻ വേണ്ടി ഇരിക്കുകയല്ലേ, നിന്റെ ജീവിതം പരാജയമല്ലേ, നീ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഇരിക്കുകയല്ലേ,
ആ മനുഷ്യൻ എന്നോട് പെട്ടെന്ന് പറഞ്ഞു, എന്റെ വണ്ടി ഒന്നും പണിയണ്ട, എന്റെ വീട് വരെ ഒന്ന് വരാമോ? പ്രിയപ്പെട്ടവരെ, ഞാൻ ആ വീട്ടിൽ ചെന്നപ്പം പശും തൊഴുത്ത് പോലത്തെ ഒരു വീട്, സമാധാനമില്ലാത്ത, ഭാര്യയ്ക്ക് 4 ലക്ഷം രൂപ കൊടുത്ത് ഡൈവോഴ്സ് ചെയ്ത് വിട്ടു. ഇന്ന് ഡൈവോഴ്സിന്റെ പക്കത്തിരിക്കുന്നവരോട് ഞാൻ പറയാം, ഡൈവോഴ്സ് ചെയ്യാൻ വരട്ടെ. ഈ ദൈവപ്രസാദം നമ്മുടെ മേൽ വന്നാൽ സമാധാനം, ഡൈവോഴ്സൊക്കെ മാറിപ്പോകും. എന്റെ കുഞ്ഞുങ്ങളൊക്കെ സ്നേഹിക്കാൻ തുടങ്ങും. പ്രിയപ്പെട്ടവരെ, ഞാൻ ആ വീട്ടിൽ ചെന്നു ആ മനുഷ്യന് ആശ്വാസമൊക്കെ പറഞ്ഞു കൊടുത്തു, ഉപദേശിച്ചു. അതിനുശേഷം ഞാൻ തിരിച്ചു പോന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ എന്നെ വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു, അതെ ബ്രദറെ എന്നൊന്നുമല്ല ചേട്ടാ, ഞാൻ ഒരു ലിറ്റർ മേടിച്ചു, അതിന്റെ പകുതി കഴിച്ചു. വൈകുന്നേരമോ ഞാൻ കിടന്നുറങ്ങാൻ പോവുക. ഉറങ്ങി ഒരു വെളുപ്പിന് ഒരു 3 മണിയൊക്കെ ആകുമ്പോഴത്തേക്കിന് ഞാൻ എഴുന്നേക്കും. എന്റെ മുമ്പിൽ ഒരു മാവുണ്ട്, അവിടെ ഞാൻ തൂങ്ങിച്ചാടും. എനിക്ക് പെട്ടെന്ന് ഒരു വചനം ഓർമ്മ വന്നു. പ്രിയപ്പെട്ടവരെ, സദൃശ്യവാക്യത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്, മരണത്തിനായി പിശാചി കൊണ്ടുപോകുന്നവരെ, കുലക്കായി വിറച്ചു ചെല്ലുന്നവരെ രക്ഷിക്കാൻ നോക്കുക. നീ അറിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്ന ദൈവം അറിയുന്നില്ലയോ? ഞാൻ എൻ്റെ വർക്ക്ഷോപ്പ് സാധനങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് ഞാൻ ആ മനുഷ്യന് വേണ്ടി ആ വീട്ടിൽ ചെന്നു. ആ മനുഷ്യനെ ഞാൻ എന്ത് ചെയ്തു? ഞാൻ ഉപദേശിച്ചു, ബൈജു, നീ മരിക്കാനുള്ള ആളല്ല, ദൈവം നിന്നെ സ്നേഹിക്കുന്നുണ്ട്, എൻ്റെ കൂടെ വാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പ്രെയർ നടക്കുന്ന സമയത്തായിരുന്നു. അന്ന് ഞാൻ ആ മനുഷ്യനെ എൻ്റെ ബൈക്കിന്റെ പുറകെ കയറ്റി. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് കേൾക്കണോ? ആ മനുഷ്യനെ ഞാൻ ബൈക്കിന്റെ പുറകെ കയറ്റിയ സമയത്ത് എന്നെ ആ മനുഷ്യൻ എൻ്റെ പുറം അള്ളിപ്പറിച്ചു, എൻ്റെ പുറത്ത് കാർക്കിച്ച് തുപ്പി, എന്നെ ഇടിച്ചു. ഇതൊന്നും ഞാൻ വകവെക്കാതെ ആ മനുഷ്യനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് വിചാരിച്ച് ഞാൻ ആ മനുഷ്യനെയും കൊണ്ട് ആ പ്രാർത്ഥനാലയത്തിൽ ചെന്നു. ആ പ്രാർത്ഥനാലയത്തിൽ അന്ന് തോമസ് ഊട്ടുപേർ, ദൈവത്തിന്റെ ദാസൻ തോമസ് ഊട്ടുപേർ ശുശ്രൂഷ മീറ്റിംഗ് ലൈവായിട്ട് നടക്കുന്ന സമയമാണ്. ആ സമയത്ത് ഞങ്ങൾ ഒരു മനസ്സോടെ ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിച്ചു. ആ മനുഷ്യൻ അടിച്ച് താഴ്ത്തുപോയി. പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യൻ കുടുംബജീവിതം അസ്വസ്ഥതയോടെ നയിക്കുന്നത് കണ്ടു. ആ ഭാര്യ 4 ലക്ഷം രൂപ കൊടുത്ത് ഡൈവോഴ്സ് ചെയ്ത് വിട്ട ഭാര്യയെ മടക്കി കൊണ്ടുവന്നു. ആ ഭാര്യ, ആ കുടുംബം സ്വർഗമായിട്ട് ജീവിക്കുന്നത് കണ്ടു. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, ഈ ദൈവപ്രസാദം എന്നാൽ കഴിയുന്നത് പോലെ ഞാൻ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്ന് എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായി. അങ്ങനെ ഇന്ന് പ്രിയപ്പെട്ടവരെ 19 വർഷമായി തകർന്നു കിടക്കുന്ന അനേകരെ നേടുവാൻ, തകർന്നു കിടക്കുന്ന അനേകരെ രക്ഷിക്കുവാൻ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു. പ്രിയപ്പെട്ടവരെ, ഈ ക്രിസ്മസ് മദ്യത്തിനും മയക്കുമരുന്നിനും മാത്രം ആഘോഷിച്ച് തീർക്കാതെ, ഞാനൊരു കാര്യം പറയാം, ഈ ജാനുവരി കഴിയുമ്പോൾ അല്ലെങ്കിൽ ഈ ആഘോഷം കഴിയുമ്പോൾ നിന്റെ ജീവിതത്തിൽ അസമാധാനം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഒരു കാര്യം ഞാൻ പറയാം, ഈ അസമാധാനം മാറുവാൻ, ഈ മദ്യപാനം മാറുവാൻ, മയക്കുമരുന്ന് മാറുവാൻ, നിന്റെ വീട്ടിലെ കലഹം മാറുവാൻ, നിന്റെ ദുഃഖം മാറുവാൻ, പ്രയാസം മാറുവാൻ, ഞാനൊരു കാര്യം പറയാം, ഈ ദൈവപ്രസാദം ലഭിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ കയ്യിലേക്ക് വിട്ടുകൊടുക്കുക. നിന്നെ ദൈവം അനുഗ്രഹമാക്കി മാറ്റും. എന്നെ ദൈവം ഒരു അനുഗ്രഹമാക്കി, എൻ്റെ വീട് സ്വർഗമാക്കി മാറ്റിയെങ്കിൽ എന്നെ കേൾക്കുന്നവരുടെ ജീവിതം സ്വർഗമായി മാറും, അനുഗ്രഹമായി മാറും. മദ്യമാണ് കലഹക്കാരൻ. ഞാനൊരു കാര്യം അപേക്ഷിക്കുകയാണ്, മദ്യപാനികളെ ആരും വെറുക്കരുത് കേട്ടോ. മദ്യപാനികളല്ല, ആ മദ്യം കഴിക്കുന്ന വ്യക്തിയല്ല പ്രശ്നക്കാരൻ. ബൈബിളിലെ സദൃശ്യവാക്യം 20:1 എഴുതി വെച്ചിരിക്കുക, മദ്യം കലഹക്കാരൻ, ആ മനുഷ്യനല്ല കലഹക്കാരൻ, മദ്യമാണ് കലഹക്കാരൻ. അതുകൊണ്ട് മദ്യം കലഹക്കാരനും വീഞ്ഞു പരിഹാസിയും. മദ്യപാനിയെ ദൈവപ്രസാദം ആമേൻ ലഭിക്കത്തക്കവണ്ണം പ്രാർത്ഥിക്കുക. അവന്റെ ജീവിതത്തിൽ നിന്ന് ആ മദ്യപാനത്തിന്റെ ദുഷ്ടാത്മാവ് ഇറങ്ങി മാറും. ഇന്ന് എന്നെ കേൾക്കുന്ന മുഴുവൻ പേർക്ക് ഞാൻ ഒരിക്കൽ കൂടി ഹാപ്പി ക്രിസ്മസ് നേരുകയാണ്. ഈ ഹാപ്പി ക്രിസ്മസ് ഒരാഘോഷത്തിൽ ഒതുക്കാതെ ഈ ക്രിസ്മസിലെങ്കിലും ക്രിസ്തു നിന്റെ ഉള്ളിൽ ജനിക്കട്ടെ. ക്രിസ്തു ഒരുവന്റെ ഉള്ളിൽ വന്നാൽ അവന് ദൈവപ്രസാദം ഉണ്ടാകും. അവൻ ലോകത്തില്, അവൻ രാജ്യത്തിന് അനുഗ്രഹമാവും, വീടിന് അനുഗ്രഹമാവും, മക്കൾക്ക്, ദേശത്ത്, കൂട്ടുകാർക്കൊക്കെ അനുഗ്രഹമാവും. ഇന്ന് അനേകരെ രക്ഷിക്കുവാൻ, ഇന്ന് അനേകരെ രക്ഷയിലേക്ക് നടത്തുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. ഒരിക്കൽ കൂടി ഞാൻ പറയാം, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ഈ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ, നിങ്ങളുടെ ഭവനങ്ങളിൽ, നിങ്ങളുടെ ദേശത്ത്, നിങ്ങളുടെ രാജ്യങ്ങളിൽ വാഴട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.